എന്നിട്ട് ദുആ ചെയ്യാനാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബഥാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ബാദിറു ബിൽ അഅമാലി ഫിത്നൻ കഖതഅൽ ലൈലി മുദ്ലിമു യുസ്ബിഹു അജല മുഅ്മിനൻ വയുംസി കാഫിറൻ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറൻ യബീഉ ദീനഹു ബിഅർദിൻ മിനദ് ദുനിയ. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഇലതി അദ്രികനി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഇലതി അദ്രികനി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഖലീലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഇലതി അദ്രികനി. അലാ യാ റസൂലല്ലാഹി ഇന്നി ആശിഖുൻ വഫീ ഖുബ്ബത്തിൽ ഖദ്റാ അറാകു മുഹമ്മദു സലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയതി വഅലമു ഉമ്മത സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് യാ സയ്യിദി സനദി ഔസി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അദാഹി ബിൽ മദദി മുജീറ അർളി വഖുദ് ബിയദി മദാ മുദദി ഖലീഫത്തുല്ലാഹി ഫി നാ മുഹിയ്യദ്ദീൻ യാ മുഹിയ്യദ്ദീൻ യാ മുഹിയ്യദ്ദീൻ യാ മുഹിയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. എനിക്കേറ്റവും ബഹുമാനവും സ്നേഹം പറഞ്ഞ ഉസ്താദുമാർ, മഹത്തുക്കളായ പണ്ഡിതന്മാർ, പള്ളി കമ്മിറ്റി, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, നേതാക്കൾ, വ്യക്തിത്വങ്ങൾ, സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥികൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, നമ്മൾ ഒരുമിച്ച് കൂടിയ സദസ്സ് അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അവൻ്റെ പൊരുത്തവും നോട്ടവും തൃപ്തിയും അംഗീകാരവും സഹായവും സ്നേഹവും ഈ സദസ്സിന് ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാൻ്റെ ഹക്കജാവ് ബറക്കത്ത് കൊണ്ട് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സുദീർഘമായ സംസാരത്തിൽ നിന്നും മുതിരുന്നില്ല. ഇവിടെ അൽഹംദുലില്ലാഹ് ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാൻ്റെ പേരിൽ കഴിച്ചു വരുന്ന മഹത്തായ 2 വർഷത്തിലൊരിക്കൽ നടത്തി വരുന്ന ഉറൂസ് പരിപാടിയുടെ 5ാമത്തെ ദിവസത്തിലാണ്. ഒരുപാട് ഇൽമിൻ്റെ മജ്ലിസുകൾ അവരുടെ പേരിൽ ഇവിടെ സംഘടിപ്പിച്ചതൊക്കെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നും ഇവിടെ പ്രഭാഷണം ഇപ്പോൾ നടക്കാനിരിക്കുന്നു. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. അല്ലാഹുവിൻ്റെ മഹാന്മാർ അവരെ സിയാറത്ത് ചെയ്യുക എന്നുള്ളത് വലിയ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ കാരണമാകുന്നു എന്ന് മഹാത്മാക്കൾ നമ്മൾക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഏത് നന്മ നിറഞ്ഞ പരിപാടികളാണെങ്കിലും അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ച് മനസ്സിൽ അവരെ സ്നേഹിച്ച് വന്ന് അവരോട് പരിശുദ്ധമായ ഖുർആൻ ഓതി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ മുഖേന അള്ളാഹു നമ്മൾക്ക് നൽകപ്പെടും. അതിലാർക്കും സംശയമില്ല. ഒരു ഉറൂസ് പരിപാടി എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാഹ് ഇവിടെ നല്ലൊരു മജ്ലിസ്, വലിയ ആനന്ദത്തിൻ്റെ ദിക്റിൻ്റെ മജ്ലിസ് ഇവിടെ നടന്നു. നല്ല
കമ്മിറ്റി ഭാരവാഹികളൊക്കെ നല്ല ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ഈ സദസ്സ് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് ഈ സദസ്സ് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. കാരണം ഉറൂസ് പരിപാടി എല്ലാ സ്ഥലത്തും മഹാന്മാരെ സ്മരിക്കുന്നു, നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ഉറൂസിനോടനുബന്ധിച്ച് അള്ളാഹ് നിഷിദ്ധമാക്കിയത് വരാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കമ്മിറ്റിക്കാർക്ക് വേണം. അൽഹംദുലില്ലാ, അത് ഇവിടുത്തെ കമ്മിറ്റിക്കാർക്കൊക്കെ ഉണ്ട്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഞാൻ പറയാൻ കാരണം ഇവിടെ ഒരു സ്ത്രീകളുമായിട്ടുള്ള ഒരു ഇത് കാണുന്നില്ല. അൽഹംദുലില്ലാ, സ്ത്രീകൾ സെപ്പറേറ്റ് അല്ലേ ആ ഭാഗത്ത് അല്ല, ഇവിടെ ഒന്നും ഈ ഭാഗത്തൊന്നും ഒരു കാണുന്നില്ല. ഇവിടെ ഒന്നും കാണുന്നില്ല. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. കാരണം മിക്ക ഉറൂസുകളും പരിപാടികളൊക്കെ ആണും പെണ്ണും കൂട്ടിക്കുവഞ്ഞുകൊണ്ട് കാണാറുണ്ട്. അത് മഹാന്മാർ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, അത് തെറ്റാണ്. അതിനാർക്കും ഇവിടെ തെറ്റല്ല എന്ന് പറയാൻ ആരെക്കൊണ്ട് സാധ്യമല്ല. പെണ്ണിൻ്റെതായ സ്ത്രീക്ക് സ്ത്രീത്വത്തിൻ്റെതായ നിയമങ്ങളും നിബന്ധനകളും വിധികളും വിലക്കുകളൊക്കെ പരിശുദ്ധമായ ദീനിലുണ്ട്. അള്ളാഹുവിൻ്റെ നിയമം, ആ നിയമത്തെ അനുസരിക്കുന്നവർക്ക് മാത്രമാണ് വിജയം ഉള്ളത്. അല്ലാത്തവർക്ക് നഷ്ടമാണ്, പരാജയമാണ്. ഈ ജീവിതം എന്നുള്ളത് വെറുതെ അള്ളാഹു കളിത്തമാശക്ക് വേണ്ടി തന്നതല്ല. ദുനിയാവിൽ കുറേ വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും നോക്കാനല്ല, സമയം കളഞ്ഞു വിളിക്കാനല്ല, സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കാനൊന്നല്ല. യഥാർത്ഥമായ ലക്ഷ്യം നമുക്കുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള പ്രയത്നിക്കാനുള്ള ഒരു ഗ്രൗണ്ടാണ് ഈ ദുനിയാവ്. 5 ലോകങ്ങൾ അല്ലാഹു നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. സുദീർഘമായി സംസാരിച്ചാൽ നീണ്ടങ്ങോട്ട് പോകും. ഞാൻ ചുരുക്കി പറഞ്ഞ് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. 5 ലോകം മനുഷ്യന് അല്ലാഹു നൽകപ്പെട്ടിട്ടുണ്ട്. 2 ലോകം കഴിഞ്ഞുപോയി, 3ാമത്തെ ലോകത്താണ് ഞാനും നിങ്ങളും ഉള്ളത്. 4ഉം 5ഉം നേരിടേണ്ടിയിരിക്കുന്നു. 1ഉം 2ഉം ഏതാണ്? 1ാമത്തെ ലോകം ആലമുൽ അർവാഹ് എന്ന് പറയുന്ന മനുഷ്യന്റെ ആത്മാവിന്റെ ലോകം. അത് നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആത്മാവിനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. എൻ്റെ ശരീരത്തിന്റെ വയസ്സ് 40 ആണെങ്കിൽ ആത്മാവിന്റെ വയസ്സ് ഒരാൾക്കും പിടികിട്ടാനില്ല. ഒരുപാട് കാലങ്ങളായി. ആത്മാവിന് അല്ലാഹു വളരെ മുമ്പ് തന്നെ ഈ ദുനിയാവ് പടക്കുന്നതിന് മുമ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. അർവാഹുകളെ മുഴുവനും ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് അല്ലാഹു ചോദിച്ചത് പരിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോൾ മുഴുവൻ ആത്മാക്കളോടെന്ന് പറഞ്ഞിട്ടുണ്ട്, നീയാണ് റബ്ബ്. അതിന് സാക്ഷികളാണ് മലായിക്കകൾ. മുഴുവൻ ആൾക്കാർ അവിടുന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ട്, നീയാണ് റബ്ബ് എന്നല്ലാഹു. ആലമുൽ അർവാഹ്, ആദ്യത്തെ ലോകം, ആത്മാക്കളുടെ ലോകം. ആ ലോകം കഴിഞ്ഞതിന് ശേഷം അല്ലാഹു കൊണ്ടുവന്ന 2ാമത്തെ ലോകമാണ് ആലമുൽ ഇർഹാം, ഉമ്മയുടെ ഉദരത്തിലുള്ള ലോകം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. ഉമ്മയുടെ പള്ളയിലുള്ളതിനെ ലോകം എന്നാണ്. ആ 9 മാസം അതൊരു ലോകമാണ്. കാരണം അർവാഹിനെ സൃഷ്ടിക്കപ്പെട്ടു. ആ അർവാഹിനെ ഉമ്മയുടെ ഉദരത്തിൽ അതിലേക്ക് ജീവനിട്ടപ്പോൾ അർവാഹിനെ നിക്ഷേപിച്ചപ്പോൾ അവിടെ ജീവനായി. അവിടെ എല്ലാം സംവിധാനങ്ങൾ നടക്കാൻ തുടങ്ങി. അർവാഹിനെ ഇട്ടപ്പോൾ, ആത്മാവിനിടുമ്പോൾ അതിൻ്റെ ഭക്ഷണം വേണം, ശ്വാസം ഉണ്ടാകും, എല്ലാം ഉണ്ടാകും.
എങ്ങനെയാണ് ശ്വസിച്ചത്, എങ്ങനെയാണ് ആത്മാവിന് ഭക്ഷണം കൊടുത്തത് ഉമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിൽ. അത്ഭുതമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞാലൊക്കെ അള്ളാഹുവിൻ്റെ ഖുദ്റത്തുകളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആലമുൽ ഇർഹാം, ഉമ്മയുടെ ഉദരത്തിലുള്ള ലോകം, രണ്ടാമത്തെ ലോകം, അത്ഭുതത്തിന്റെ ലോകത്തിലേക്കാണ് മനുഷ്യനെ അള്ളാഹു കൊണ്ടുവന്നത്. കാരണം ഉമ്മയുടെ ഉദരത്തിൽ എവിടെയാണ് ഹോൾസ് ഉള്ളത്? വയറ്റിൽ ഹോൾസ് ഇല്ല, ശ്വാസമുണ്ട്. എങ്ങനെ കൊടുത്തു? പടച്ചിറപ്പ്. ഭക്ഷണം വേണ്ടേ? ആ ഭക്ഷണം അള്ളാഹു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അള്ളാഹു മൂന്നാമത്തെ ലോകത്തേക്ക് കൊണ്ടുവന്നു ഈ മനുഷ്യൻ. കാരണം ഞാനാണ് റബ്ബ് എന്ന് ആലമുൽ അർവാഹിൽ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണോ നോക്കണം. അങ്ങനെ മൂന്നാമത്തെ ലോകത്തേക്ക് കൊണ്ടുവന്ന ആലമുദ്ദുന്യ, വർത്തമാന കാലം. അതാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ലോകം, വർത്തമാന ലോകം. ഈ ലോകത്താണ് അള്ളാഹുവിലുള്ള തിരിച്ചറിവ് ഉണ്ടോ ഇല്ലയോ എന്ന് അള്ളാഹു ശ്രദ്ധിക്കുന്നു. കാരണം ആത്മാവിന്റെ ലോകത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നീയാണ് റബ്ബ്. അത് ശരിക്ക് പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് അള്ളാഹു ചോദിക്കുകയാണ്, കർമ്മരംഗത്തേക്ക് കൊണ്ടുവന്നു. ഈ ആലമുദ്ദുന്യ, വർത്തമാന ലോകത്ത് ഓരോ മനുഷ്യനും ആ പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. സൂറത്തുൽ മുൽക്കിൽ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞത് മനുഷ്യന്റെ മരണത്തെയും ജീവിതത്തെയും അള്ളാഹു എങ്ങനെയാണ് പഠിച്ചത്, എന്തിനാണ്, വെറുതെയാണ് പഠിച്ചത്? ശരിക്ക് നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ. ഏതാണ് പരിശോധന? ഞാനും നിങ്ങളും പറഞ്ഞ അള്ളാഹു ആണെന്ന് നീ ആത്മാവിന്റെ ലോകത്ത്, ഒന്നാമത്തെ ലോകത്ത് പറഞ്ഞത് അത് ശരിയാണോ? രണ്ടാമത്തെ അത്ഭുതത്തിന്റെ ലോകത്തിലൂടെ കടന്നുകൊണ്ടുവന്ന് ഈ ദുനിയാവിൽ അതിനാലോചിച്ച് അള്ളാഹു ആണെന്ന് പറയുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് മൂന്നാമത്തെ ലോകത്തേക്ക് മനുഷ്യൻ അള്ളാഹു കൊണ്ടുവന്നത്. സുബ്ഹാനല്ലാഹ്. ഈ ആലമുദ്ദുന്യ ഞാനും നിങ്ങളുമുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യൻ ബലഹീനനാണ്, മനുഷ്യൻ നന്ദികേട് കാണിക്കുന്നവനാണ്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫീദ ഖലീലൻ മാ തശ്കുറുൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന് ഞാൻ കേൾവി ശക്തിയും കാഴ്ച ശക്തിയും വിശേഷ ബുദ്ധിയും ഒക്കെ ഹൃദയങ്ങളൊക്കെ കൊടുത്തിട്ട്, പക്ഷേ ഖലീലൻ മാ തശ്കുറുൻ, എനിക്ക് നന്ദി ചെയ്യുന്നവർ വളരെ ചുരുക്കമെന്ന് പരിശുദ്ധ ഖുർആൻ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഈ ആലമുദ്ദുന്യ, ഈ ദുനിയാവിൽ നിൽക്കുന്ന ഓരോ സമയവും അല്ലാഹുവിൽ തിരിച്ചറിവ് കൊണ്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ വിജയമുള്ളൂ. അല്ലാത്തവർ നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്. രണ്ട് ലോകം വെച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന രണ്ട് ലോകം അല്ലാഹു കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. കാരണം എന്താണ്? മൂന്നാമത്തെ ലോകം ആലമുദ്ദുന്യ. ഇനി പോകേണ്ട ലോകം ആലമുൽ ബർസഖ്, ഖബർ എന്ന ലോകം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. ഖബർ എന്ന ലോകം അതൊരു ലോകമാണ്. എത്ര വർഷങ്ങളായി കടന്നിരിക്കുന്നു ഖബറിന്റെ ഉള്ളിൽ. അതൊരു ലോകമാണ്. ആലമുൽ ബർസഖ്, നാലാമത്തെ ലോകം, അത് വരാൻ പോകുന്നു. അത് മുന്നിലുണ്ട്. എന്നിട്ട് വരെ അള്ളാഹുവിനെ നിന്ദിക്കുന്നവർ, അള്ളാഹുവിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നവർ, നിബന്ധനകളെ, വിധിവിലക്കുകളെ വലിച്ചെറിയുന്നവർ, ശരീഅത്തനുസരിച്ച് ജീവിക്കാത്തവർ, അവരുടെ അവസ്ഥ പരിതാപകരം തന്നെയാണ്. അതുകൊണ്ട് ഈ ദുനിയാവിൽ അള്ളാഹു തന്ന സമയങ്ങൾ വളരെ വിലപ്പെട്ട സമയങ്ങളാണ്. അതിനെ കളഞ്ഞു കുളിക്കരുത്. സോഷ്യൽ മീഡിയയിൽ 24 മണിക്കൂറും വരുന്ന ജനറേഷൻ അങ്ങനെയാണ് അല്ലേ? കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വരുന്ന ജനറേഷൻ. ഇപ്പോഴുള്ള ജനറേഷൻ ഇനി എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. 4G പോയി, ഇനി 5G 6G ഹൈ സ്പീഡാണ് വരുന്നത്. നിൽക്കാൻ പറ്റില്ല, സാധാരണക്കാർക്കൊന്നും ഇനി നിൽക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഹൈ സ്പീഡാണ് ഇനി വരുന്നത് ഇന്റർനെറ്റ്. അപ്പൊ അതുകൊണ്ട് സമയങ്ങളെ സോഷ്യൽ മീഡിയയിൽ കളഞ്ഞു കുളിക്കുന്ന ഒരു ജനറേഷൻ, അവർക്ക് എന്തെന്ന് തിരിച്ചറിവില്ല. അവർക്ക് എന്താണ് ശരീഅത്ത്, എന്താണ് നിയമങ്ങൾ, എന്താണ് വിധികൾ, വിലക്കുകൾ, അതൊന്നും അറിയില്ല അവർക്ക്. അവർ വിചാരിച്ചു ഇത് ഇങ്ങനെ ജീവിതം നല്ല കളിച്ച് രസിച്ച് മതിച്ച് ജീവിക്കാനാണ് അല്ലാഹു ഈ ജീവിതം തന്നത് എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്.
പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട യുവാക്കൾ, യുവതികൾ മുഴുവനും കാരണം മനസ്സിലാക്കണം, മരണം എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. മരണം നമ്മുടെ മുന്നിലുണ്ട്, ഏത് സമയത്തും പിടികൂടും. അതിന് രോഗം വരണമെന്നില്ല. അങ്ങനെ കുറെ ആൾ ധരിച്ചു വെച്ചിരിക്കുന്നു, രോഗമുണ്ടെങ്കിൽ മാത്രമേ മരണം സംഭവിക്കൂ. അങ്ങനൊന്നുമില്ല. രോഗം അള്ളാഹു തരുന്നത് മനുഷ്യന്റെ പാപങ്ങളെ കൈകിക്കളയാനാണ്. മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെ കൈകിക്കളയാൻ വേണ്ടിയാണ് രോഗങ്ങൾ അള്ളാഹു നൽകപ്പെടുന്നത്. പിന്നെ പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു രോഗങ്ങൾ തരുന്നു. സബൂർ മനുഷ്യൻ ചെയ്യുന്നുണ്ടോ, ക്ഷമിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ. അതല്ലാതെ രോഗം മാത്രം വന്നിട്ടേ മരിക്കൂ എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നവരുണ്ട്. അത് തെറ്റാണ് പ്രിയപ്പെട്ടവരെ. മരണം ഏത് സമയത്തും പിടികൂടും. തസബ്ബദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുഹു തഈശു ഇലൽ ഫജ്രി. തസബ്ബദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുഹു തഈശു ഇലൽ ഫജ്രി. നിനക്ക് അല്ലാഹു നൽകിയ തഖ്വ, ഭയഭക്തിയെ നീ വർദ്ധിപ്പിക്കുക. ഫഇന്നക ലാ തദ്രി, നിനക്കറിയില്ല, ഇദാ ജന്ന ലൈലുഹൽ തഈശു ഇലൽ ഫജ്രി, രാത്രി കിടന്നുറങ്ങിയ നീ രാവിലെ എഴുന്നേൽക്കുമെന്ന് നിനക്കറിയില്ല. അതുകൊണ്ട് മരണം ഏത് സമയത്തും പിടികൂടും എന്നുള്ള ഒരു ചിന്ത മനുഷ്യനിലേക്ക് കടന്നു വരണം. അതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തെ നന്നാക്കുന്നത്. അതാണ് ജീവിതത്തിന് തൊട്ട് പിറകെ ജീവിതത്തിന് ശേഷം വെച്ചത് മരണം. ജീവിതം കൊണ്ടുപോകുമ്പോൾ മരണം മുന്നിലുണ്ട് എന്നുള്ള ഒരു ചിന്ത. എന്നെ എപ്പോഴും ഏത് സമയത്തും എന്റെ മരണം സംഭവിക്കും എന്നുള്ള ഒരു ചിന്ത. ആ ചിന്തയോടുകൂടി നമ്മൾ നടക്കുമ്പോൾ തെമ്മാടിത്തരങ്ങളിൽ നിന്ന്, അനാവശ്യങ്ങളിൽ നിന്ന്, ആഭാസങ്ങളിൽ നിന്ന്, ആർഭാടങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കും. മരണം ഏറ്റവും വലിയ ഉപദേശകൻ എന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ ഉപദേശകൻ മരണമാണ്. അത് എപ്പോഴും സംഭവിക്കും, ഏത് സമയത്തും സംഭവിക്കും. അങ്ങനെ ഒരു മരണം നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഒരു ദിവസം മലക്കുൽ മൗത്ത് നമ്മുടെ അടുത്ത് കൂടെ വരുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല. ഇന്ന് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, നിങ്ങളടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ അറിയുന്നില്ല. ഒരു ദിവസം പല പ്രാവശ്യം മലക്കുൽ മൗത്ത് വരുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് നീ എന്ത് ചെയ്യുന്നുണ്ട് എന്ന്. എന്നിട്ട് ആ മനുഷ്യൻ നന്മയിലാണ് എങ്കിൽ, ആ മനുഷ്യൻ സൽക്കർമ്മങ്ങളിലാണെങ്കിൽ, നല്ല പ്രവർത്തനത്തിലാണെങ്കിൽ, ആ മലക്കുൽ മൗത്ത് ആ അടിമയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുമെന്നുള്ളതാണ്. അള്ളാഹ് ഈ മനുഷ്യന്റെ മരണം നന്മയിലാക്കണേ അള്ളാഹ് എന്ന് മലക്കുൽ മൗത്ത് ദുആ ചെയ്യുമെന്ന് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നേരെ മറിച്ച് പല പ്രാവശ്യം ദിവസത്തിൽ മലക്കുൽ മൗത്ത് വരുമ്പോൾ അവൻ തിന്മയിലാണ്, അള്ളാഹ് നിഷേധിച്ചതിലാണ്, അക്രമത്തിലാണ്, അനീതിയിലാണ്, ആഭാസത്തിലാണ്, ആർഭാടത്തിലാണ് എങ്കിൽ അവനെതിരെ മലക്കുൽ മൗത്ത് ദുആ ചെയ്യും, ഇവന്റെ മരണം തിന്മയിലാക്കണേ അള്ളാഹ് എന്ന് ദുആ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നാകണം. മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണം. മഹാന്മാർ പാടിയ കവിതകൾ സുബ്ഹാനല്ലാഹ്, മനുഷ്യന്റെ മനസ്സിനെ ചിന്തിപ്പിക്കുന്ന കവിതകളുണ്ട് മരണത്തെക്കുറിച്ച്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം നീ ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ, മേടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. സമ്പാദ്യ മുതലിൽ നിന്ന് മൂന്നക്ക് ഫാന, അത് മാത്രമല്ലതിലെപ്പോഴും വഹദാന. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ, സമരത്തിനാണ് പരസ്പരം തിന്നുന്നതിൽ.
എന്തൊരു കവിതയാണ് പ്രിയപ്പെട്ടവരെ, എന്തൊരു കവിതയാണ്. മനുഷ്യൻ ആലോചിക്കേണ്ട വിഷയമാണ്. നന്നാകാനുള്ള ഏറ്റവും വലിയ ഉപദേശകൻ മരണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഞാനും നിങ്ങളും അത് ഗൗനിക്കാതെ അതിനെ തട്ടിത്തെറിപ്പിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. മരണം പിടികൂടും. ആ പിടികൂടുന്ന സമയത്ത് അള്ളാഹ് പൊരുത്തപ്പെട്ട രീതിയിലായിരിക്കണം. അതിനെന്ത് വേണം? അതിന് ജീവിതം മുഴുക്കെ സമയം 24 മണിക്കൂറും അള്ളാഹ് പൊരുത്തപ്പെട്ട വഴിയിലായിരിക്കണം. അള്ളാഹ് പൊരുത്തപ്പെട്ട വഴിയിലായവർക്ക് മാത്രമേ നന്മയുള്ള മരണം അള്ളാഹു നൽകുകയുള്ളൂ. നല്ല പണിയെടുക്കണം, നല്ല പണിയെടുക്കണം. എന്താണ് പണി? അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമാക്കിയ മുഴുവനും കയ്യൊയ്യണം. വലിയ പണിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. പക്ഷേ ഈമാനില്ലാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ വിഷയമാണ്. അള്ളാഹ് പറഞ്ഞ കാര്യത്തിലൂടെ നടക്കാൻ, മുഴുവൻ നിഷിദ്ധമായ അള്ളാഹു ഹറാമിയത്താക്കിയത് മുഴുവനും ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള ഈമാനില്ലാത്ത ബലഹീനതയുള്ളവർക്ക് വലിയ വിഷയമാണ്, വലിയ കാര്യമാണ്. എങ്ങനെ നടക്കും? ഒരു ദിവസം അള്ളാഹ് നിഷിദ്ധമാക്കിയത് കടന്നുകൂടാതെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? സാധിക്കണം. അവർക്ക് മാത്രമേ വിജയമുള്ളൂ, അവർക്ക് മാത്രമേ ഉന്നതമായ സ്ഥാനമുള്ളൂ. അല്ലാത്തവർ മുഴുവനും പരാജയപ്പെട്ടവരാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നമ്മൾ ഹറാമിയത്താക്കി അല്ലാഹു നിഷിദ്ധമാക്കിയ മുഴുവനും ഒഴിവാക്കണം. കാരണം ഇന്ന് അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ അത് നിസ്സാരമായി കണ്ടുകൊണ്ട് സമൂഹത്തിൽ എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നുള്ള നിലക്ക് അതൊരു സാധാരണ രീതിയിൽ നിസ്സാരമായി കാണുന്ന ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നിസ്സാരമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ അള്ളാഹു നൽകപ്പെടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വലിയ പ്രയാസങ്ങൾ അള്ളാഹു നൽകപ്പെടും. വലിയ പരീക്ഷണങ്ങൾ കൂടെ കൂടെ അള്ളാഹു നൽകപ്പെടും. ദാരിദ്ര്യങ്ങൾ അള്ളാഹു നൽകപ്പെടും. മക്കളെ കൊണ്ട് അള്ളാഹു പരിശോധിക്കും. സമ്പത്തിനെ കൊണ്ട് അള്ളാഹു പരിശോധിക്കും. ശരീരത്തിനെ കൊണ്ട് അള്ളാഹു പരിശോധിക്കും. വേറെ എന്തെല്ലാം ഈ ദുനിയാവിലുണ്ടോ ആ കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു പരിശോധിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു നിഷിദ്ധമാക്കിയതിനെ ചെയ്തു കൂട്ടുന്നവർ, ഹറാമിനെ നിസാരമായി കാണുന്നവർ, വലിയ തെറ്റ് ചെയ്യുന്നവർ. അതുകൊണ്ട് തന്നെ നമ്മൾ ദിവസത്തിൽ 24 മണിക്കൂർ പടച്ച റബ്ബ് അള്ളാഹു നമ്മൾക്ക് നൽകപ്പെട്ടു. അള്ളാഹു തന്ന ശ്വാസം അള്ളാഹുവിന് വേണ്ടി വിനിയോഗിക്കാൻ കഴിയാത്ത ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലിയ ബലഹീനനാണ്, ഏറ്റവും വലിയ വിഡ്ഢിയാണ്, ഏറ്റവും വലിയ പരാജിതനാണ്. ആ പരാജിതരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോയിക്കൂടാ. ഇന്ന് ആധുനിക ലോകം കാണുന്ന സ്പീഡപ്പിൽ ഒന്നും നിസ്കാരങ്ങളോ കാര്യങ്ങളൊന്നും നോക്കാതെ അവനവന്റെ ബിസിനസ് മാത്രം, അവനവന്റെ സ്വാർത്ഥത താല്പര്യങ്ങൾ, അവന്റെ ഭാര്യ മക്കൾ എന്ന് മാത്രം എന്നുള്ള നിലക്ക് ജീവിക്കുന്നവർ. അങ്ങനെയുള്ള ഒരു ജീവിതം കുത്തഴിഞ്ഞ ഒരു ജീവിതമാണെങ്കിൽ ആ ജീവിതത്തിനെ കൊണ്ട് ഒരു അർത്ഥവും ഇല്ല, വിജയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലുള്ള തിരിച്ചറിവ്, അള്ളാഹ് 24 മണിക്കൂർ തന്നിട്ടുണ്ട് എങ്കിൽ ആ 24 മണിക്കൂറിൽ ഒരൊറ്റ ഒരു അള്ളാഹ് നിഷിദ്ധമാക്കിയത് കടന്നു വന്നുകൂടാ എന്നുള്ള നിശ്ചയദാർഢ്യം, ഒരു ബോധം നമ്മുടെ മനസ്സിന് വേണം, നമ്മുടെ ശരീരത്തിന് വേണം. നമ്മളും അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടണം. നമ്മുടെ കുടുംബവും മക്കൾ രക്ഷപ്പെടണം, ഭാര്യ രക്ഷപ്പെടണം, മാതാപിതാക്കൾ രക്ഷപ്പെടണം, ഉസ്താദുമാർ രക്ഷപ്പെടണം, സമൂഹം ഒന്നടങ്കം രക്ഷപ്പെടണം. അതിന് നല്ലവണ്ണം
ഉസ്താദ് ഒന്ന് ഇൻഷാ അല്ലാഹ് നല്ല പ്രഭാഷണം ഉണ്ടാവും. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവിലുള്ള തിരിച്ചറിവ് അത് വലിയ വിഷയമാണ്. ഞാൻ നിർത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഹറാമിയത്തിൽ നിന്ന്, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന്, ആർഭാടങ്ങളിൽ നിന്ന്, ആഭാസങ്ങളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് നമ്മുടെ ആയുസ്സിനെയും നമ്മുടെ സമയത്തെയും ശരീരത്തെയും മക്കളെയും മാതാപിതാക്കളെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ നമുക്കൊണ്ട് സാധിക്കണം. അവർക്ക് മാത്രമേ അള്ളാഹു വിജയം നൽകുള്ളൂ. വെറുതെ നിങ്ങൾ മോഹിച്ചുകൊണ്ട ഒരു 2 ദിക്റും ഒരു മജ്ലിസിലും കൂടിയാൽ സ്വർഗം കിട്ടുമെന്നുള്ള ഒരു മോഹം അത് വേണ്ട പ്രിയപ്പെട്ടവരെ. സ്വർഗം സമ്പാദിക്കണമെങ്കിൽ അത്രയും വലിയ കഠിനാധ്വാനം ഈ ലോകത്ത് ചെയ്താൽ മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹു സ്വർഗം ലഭിക്കൂ, സ്വർഗം തരികയുള്ളൂ. ഹറാമിന് ഹറാമായിട്ട് കാണണം, അള്ളാഹ് നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായിട്ട് കാണണം, ഹലാലായതിന് ഹലാലായിട്ട് കാണണം. അത് രണ്ടും കൂട്ടിയോജിപ്പിക്കാൻ പാടില്ല. ഒരു സുന്നത്തിന്റെ പേരിൽ, ഒരു നിക്കാഹ് എന്ന സുന്നത്തിന്റെ പേരിൽ 100 കണക്കിന് ഹറാമിയത്തുകൾ കടന്നുകൂടുന്ന വിവാഹ പന്തലുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദാമ്പത്തിക ജീവിതത്തിന് കൂടുതൽ ദീർഘായുസ് കിട്ടാറില്ല. കാരണം അല്ലാഹു ബറക്കത്തിനെ നീക്കം ചെയ്യുന്നു. ഇങ്ങനെ സാമ്പത്തികമായി ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകുന്ന എത്രയോ പേർക്ക് ആൾക്കാരുണ്ട്. സാമ്പത്തികമായി വലിയ തകർച്ചയിലാണ്, പ്രയാസത്തിലാണ്, ബിസിനസ്സിൽ പ്രയാസമാണ്. എന്താണ്? ആ സമ്പത്തിൽ അള്ളാഹ് നിഷിദ്ധമാക്കിയ ഹറാമിയത്ത് കടന്നുകൂടിയിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു സമ്പത്തിനെ പരിശോധിക്കാൻ തുടങ്ങി, അള്ളാഹു പരീക്ഷിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ മക്കളിൽ അള്ളാഹു പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം ഒരു ഉമ്മയും ഉപ്പയും ദീന് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ മടിയുള്ള ഒരു കാലം. രക്ഷിതാക്കൾക്ക് മക്കളോട് പേടി. രാത്രി 1 മണിക്ക് മകനോ മകളോ വീട്ടിലേക്ക് വന്നാൽ എവിടെയാണ് പോയത് മകളെ എന്ന് ചോദിക്കാൻ രക്ഷിതാക്കൾക്ക് പറ്റാത്ത ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ മക്കളിൽ വലിയ പരിശോധനകൾ, പരീക്ഷണങ്ങൾ തുരുതുരാ വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അല്ലാഹുവിനെ മനസ്സിലാക്കി തഖ്വയോടുകൂടി ഞാൻ മരിക്കും, നിങ്ങളും മരിക്കും, എല്ലാവരും ഈ ലോകത്ത് വിടവാങ്ങുമ്പോൾ അല്ലാഹുവിന്റെ പൊരുത്തത്തോടു കൂടി ആയിരിക്കണം, അതിന് നന്മയുള്ള ജീവിതമായിരിക്കണം നമ്മൾ ഈ ലോകത്ത് കെട്ടിപ്പടുക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ഞാനും നിങ്ങളും തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ ചെറിയ ദുആ, ഉസ്താദിന്റെ സമയം ഞാൻ കവരുന്നില്ല, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا ومولانا محمد صلاة تنجينا بها من جميع الأحوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. الله ഈ മഹത്തായ സദസ്സ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. നിന്റെ പൊരുത്തവും നിന്റെ പൊരുത്തവും നോട്ടവും തൃപ്തിയും അംഗീകാരവും സഹായവും സ്നേഹവും ഈ സദസ്സിന്, ഈ നാടിന്റെ ചുറ്റുപാട് പരിസര പ്രദേശത്തിന് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയതായ സ്വലാത്ത്, സലാമുകൾ, മദ്ഹുകൾ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ പരിശുദ്ധമായ തിരുഹദ്റത്തിലേക്ക് നിമിഷം എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ പൂർണ്ണമായ പൊരുത്തവും നോട്ടവും തൃപ്തിയും അംഗീകാരവും സഹായവും സ്നേഹവും ഈ സദസ്സിന്, ഈ നാടിന് ചുറ്റുപാട് പരിസര പ്രദേശത്തിന് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ മഹത്തായ ഇൽമിന്റെ സ്വലാത്തിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ മറവട്ട് കിടക്കുന്ന മഹാന്റെ ഹഖ്ജാവ് ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ബഹുമാനം കൊണ്ട്, ഈ ദിവസത്തിന്റെ, ഈ സമയത്തിന്റെ, ഈ നിമിഷത്തിന്റെ പ്രത്യേകത കൊണ്ട് ഞങ്ങളുടെ എല്ലാ ഹലാലായ സദുദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചിരണേ അല്ലാഹ്. വിഷമങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, സങ്കടങ്ങൾ, ആദികൾ, വ്യാധികൾ നീ മാറ്റിത്തരണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിനിടയിൽ ചെയ്തുപോയ കുറ്റങ്ങളും ദോഷങ്ങളും പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ തെറ്റുകളില്ലാത്ത, പാപങ്ങളില്ലാത്ത, കുറ്റങ്ങളില്ലാത്ത
ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഈ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്തുകൊണ്ട്, ഈ ഇൽമിന്റെ മജ്ലിസിൽ ഇരുന്നതിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹ് ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്. ഖൽബ് ശുദ്ധിയാക്കണേ അല്ലാഹ്. ഖൽബിലുള്ള എല്ലാ അയുക്കുകളും കച്ചറകളും കറുപ്പുകളും കൈകിക്കളഞ്ഞ് നിന്റെ നൂറാകുന്ന പ്രകാശം, വെളിച്ചം, ഹിദായത്ത്, ഹിക്മത്ത്, ഇൽമ്, വിജയം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നമ്മളിൽ നിന്ന് മൺമറഞ്ഞുപോയ, മരിച്ചുപോയ, പടവറഞ്ഞുപോയ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, കുടുംബക്കാർ, കുടുംബിനികൾ, വിശേഷിയായി പള്ളിപ്പുറത്ത് കിടക്കുന്ന കബറാളികളടക്കം അവിടൊക്കെ ഖബറുടെ നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണം അല്ലാഹ്. ഖബറിന് വിശാലത നൽകണേ അല്ലാഹ്. മഗ്ഫിറത്തും റഹ്മത്തും നീ പ്രദാനം ചെയ്യണം. ദറജ നീ ഉയർത്തണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഈ മഹത്തായ സദസ്സിൽ സംബന്ധിച്ചവർ, ഈ ഉറൂസ് പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശത്ത് നിന്ന് സ്വദേശത്ത് നിന്ന് സഹായിച്ച, സഹകരിച്ച, സ്നേഹിച്ച മുഴുവൻ ആൾക്കാർക്കും ദീനീയത്തിനായി ദീർഘായുസ്സ്, ആഫിയത്ത്, ആരോഗ്യം, ബറക്കത്ത്, ഖൈർ, തഖ്വ, ഈമാൻ, ഇസ്സത്ത്, സന്തോഷം, സമാധാനവും ക്ഷമയും സഹനവും സ്നേഹവും വലിയവും ഐശ്വര്യവും പ്രതാപവും നിഅമത്തും വിശാല മനസ്കതയും സാമ്പത്തിക ഉയർച്ചയും ആത്മീയ പുരോഗതിയും കെട്ടുറപ്പും ഒത്തൊരുമയും സൂക്ഷ്മതയും ശ്രദ്ധയും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതവും മരണവും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. നിന്നെ ഓർമ്മിക്കുന്നൊരു മനസ്സ് നൽകണേ അല്ലാഹ്. നിന്നെ മറന്നുകൊണ്ടുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകരുതേ അല്ലാഹ്. ഹലാലായ ജോലി ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഹറാമിൻ്റെ ജോലി ഞങ്ങൾക്ക് നൽകരുതേ അല്ലാഹ്. ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാഹ്. ഹറാമിൻ്റെ സമ്പത്ത് ഞങ്ങൾക്ക് നൽകരുതേ അല്ലാഹ്. ഹലാലായ ഭക്ഷണം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഹറാമിൻ്റെ ഭക്ഷണം ഞങ്ങൾക്ക് നീ നൽകരുതേ അല്ലാഹ്. നിന്റെ യഥാർത്ഥ ശാക്കിരീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ യഥാർത്ഥ ശാക്കിരീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നിന്നെ ചിന്തിക്കുന്ന ചിന്തകന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ ലോകത്തിൽ നിന്ന് ഞങ്ങളെ നീ തിരിച്ചു വിളിക്കപ്പെടുന്ന സമയം നല്ല വ്യക്തമായ സൂചനയോടുകൂടി, നല്ല ഒരു സമയം, നല്ല ഒരു സ്ഥലം, നല്ല ഒരു ദിവസം, അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പൂർണ്ണമായി വ്യക്തമായി ഈ നാവ് കൊണ്ട് നല്ലതുപോലെ ഉച്ചരിച്ച് ലോകത്തിൻ്റെ മുത്തലിപ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങളുടെ, സജ്ജരിതരുടെ, ഭാഗ്യവാന്മാരുടെ, നല്ലവരുടെ, മുത്തഖീങ്ങളുടെ, മുഖ്ലിസീങ്ങളുടെ, നിന്റെ ഇഷ്ട അടിയന്മാരുടെ കൂട്ടത്തിൽ ഈ പാപികളെ, ദോഷികളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ പരീക്ഷണ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. ഖബറിലുള്ള അദാബിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ചോദ്യോത്തരങ്ങൾക്ക് വ്യക്തമായി മറുപടി പറയുന്ന നിന്റെ നല്ല അടിമകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മഹ്ശറിലുള്ള വിചാരണ എളുപ്പമാക്കണേ അല്ലാഹ്. നന്മ തിന്മ തൂക്കുന്ന തുനാസിൽ നന്മയ്ക്ക് വർദ്ധനവ് നൽകണേ അല്ലാഹ്. കിതാബുകൾ വലത് കൈയിൽ നൽകണേ അല്ലാഹ്. അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട തിരുക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കുവാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെ മുഴുവൻ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അവിടുന്ന് പഠിക്കപ്പെടുന്ന ലിവാഉൽ ഹംദ് എന്ന പതാകയ്ക്ക് കീഴിൽ ഞങ്ങളെ മുഴുവൻ നീ അണിനിരത്തണേ അല്ലാഹ്. അവിടത്തോടൊപ്പം സിറാത്തുന്ന പാലത്തിലൂടെ മിന്നൽ വേഗതയിൽ പ്രവേശിക്കുന്ന നിന്റെ യഥാർത്ഥ മുഖ്ലിസീങ്ങളായ അടിയങ്ങളിൽ ഈ പാപികളെ, ദോഷികളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവസാനമായി അവിടത്തോടൊപ്പം നിന്റെ സുഖലോക സ്വർഗത്തിലേക്ക് ഞങ്ങളെ നീ കൂട്ടം കൂട്ടമായി പ്രവേശിപ്പിക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ വെച്ചുകൊണ്ട് നിന്റെ തൃക്കാഴ്ച യാതൊരു മറയും കൂടാതെ കാണുവാനും ആസ്വദിക്കുവാനും അത് നുകരുവാനും അതിൽ ആനന്ദം കൊള്ളുവാനും നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. മനുഷ്യനെയും കല്ലുകളെയും കത്തിച്ചു കളയുന്ന അതിഭയാനകരമായ നരകാഗ്നിയിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്ന്, ആയമേറിയ അഗ്നികുണ്ഡങ്ങളിൽ നിന്ന് പൂർണ്ണമായ സലാമത്തും കാവലും രക്ഷയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات لوجهك الكريم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إنا قد رفعنا إليك أيدينا دائين راغبين فلا تردن مع القوم الخائبين فإنك قلت قولك الحق ادعوني استجب لكم فاستجب دعوتنا يا مجيب دعوة الداعين. وسلم وسلم على سيدنا محمد وآله الأطهار وصحبه الأخيار. آمين 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 برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين يا أكرم الأكرمين يا أكرم الأكرمين يا أكرم الأكرمين. صلى الله عليه وسلم على خير سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين وسلام على المرسلين وسلام على المرسلين والحمد لله رب العالمين.